ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണെന്ന് കരുതുന്നു. ഇന്നിപ്പം ദേ രാവിലെ തൊട്ട് വ്ലോഗ് ചെയ്യാന്ന് വെച്ചിട്ടാ. റൂമിൽ നിന്ന് എഴുന്നേറ്റ പാടന്നെ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവാൻ കാരണം കുറേ നാൾക്ക് ശേഷമാണല്ലോ ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് വോയിസിലും വീഡിയോയിലൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ദേ നമ്മൾ റൂമിൽ നിന്ന് കർട്ടൻ മാറ്റിയപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. മുമ്പേ നമ്മൾ ആ റബ്ബർ തോട്ടം ഉണ്ടായിട്ടില്ലേ, അവിടെ അത് ഒക്കെ മുറിച്ചപ്പോൾ ഉള്ളതാണിപ്പം. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പിന്നെ വേഗം നമ്മുടെ ഫാനൊക്കെ ഓഫ് ചെയ്തു. അപ്പം എപ്പോഴും ഞാൻ മറക്കുന്നതാണ് കേട്ടോ, ഫാൻ ഓഫ് ചെയ്യാതെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് വേഗം തന്നെ പല്ല് വെച്ചിട്ടാ. ഞാൻ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റിട്ട് 5 മണി 5:30 ആകുമ്പോൾ, കൃത്യ ടൈമൊന്നുമില്ല കേട്ടോ, 5 5:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് സ്വബി നിസ്കരിച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ അങ്ങനെ ഫോണൊക്കെ നോക്കി കുറച്ച് ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വയ്യാണ് കേട്ടോ പല്ലൊക്കെ തേക്കുന്നത്. എല്ലാരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. നിങ്ങളെന്നെ കളിയാക്കൊന്നും ചെയ്യരുത് കേട്ടോ. ദേ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് ശരിക്കുള്ള ആ വ്യൂ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതിപ്പോ ഒരു 7:30, 7:30 അല്ല, 7:15 അത്ര തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല വെളിച്ചമുണ്ട്. കാരണം വെച്ചാല് മരമൊക്കെ പോയപ്പോഴില്ലേ, ദേ നമ്മുടെ ആകാശമൊക്കെ താഴാന്ന് തോന്നും ട്ടാ. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം ഞാൻ എപ്പോഴും പല്ല് തേക്കുന്നത് അവിടെയൊക്കെ നിന്നിട്ടാണ് ട്ടോ. ആൾക്കാരുണ്ടെങ്കിൽ വേഗം അങ്ങ് ഉള്ളിലേക്ക് കയറുവേ. ആള് വിചാരിക്കൂലേ എന്നാണ് ഉച്ചക്കാണോ പല്ല് തേക്കുന്നത്, പക്ഷെ എൻ്റെ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ശീലമായി പോയി, അതാണ്. പിന്നെ എന്ന് വെച്ചാല് പുറത്ത് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉള്ളിലേക്ക് കയറും ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ എപ്പോഴും എണീറ്റുമ്പോൾ അവർക്ക് അറിയില്ല, പറയുമല്ലോ വെച്ചിട്ട് അങ്ങനെ മുഖം കഴുകലൊക്കെ കഴിഞ്ഞു. ഫ്രഷ് ആയിട്ടൊന്ന് ഞാൻ താഴേക്ക് ഇറങ്ങാണ്. അപ്പം ഞാനിപ്പോൾ ശംറി ഉള്ളപ്പോൾ ഇല്ലേ, ഇല്ല ഇല്ലാത്തപ്പം ഞാൻ താഴെയാണ് കേട്ടോ ഉറങ്ങുന്നത്. എനിക്ക് താഴെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പെട്ടെന്ന് നോക്കാനും കിച്ചണിലേക്ക് എന്തെങ്കിലും പോകണ്ടാവുന്ന ഈ മോളിൽ കയറി കഴിഞ്ഞാലില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴേക്ക് പോക്കും വരത്തും ഒക്കെ ആയിട്ട് ഒന്നാമത് കാലുവേദനയൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ഒരു ശംറിക്കാണെങ്കിൽ മുകളിൽ പിന്നെ ഇഷ്ടമല്ല. ഓള് വിചാരിക്കുന്നത് അതിനെ സ്കൂളിലെല്ലാം അയക്കണ്ടോണ്ടുള്ള ഒരു പിന്നെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഓള് പറയുന്നത് വേണ്ടാന്ന്. വേണ്ടാന്നല്ല, മുകളിൽ എടുക്കാത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി. കിച്ചണിന്റെ കോലാന്ന് ട്ടാ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായി ഇവിടെയൊക്കെ നിരത്തിയത്. കാരണം എന്ന് വെച്ചാല് ഇന്നലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും പോയി. കാരണം പിന്നെ കറണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിടന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കിച്ചണിലൊക്കെ പോകാനൊക്കെ മടിയല്ലേ. അപ്പം ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കാം. എല്ലാം കഴുകുന്നില്ല. നമ്മളെ ഗ്ലാസും ചായ കുടിക്കാനുള്ള ഗ്ലാസും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ശംരി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴുകട്ടാ. ഞാൻ ആദ്യം തന്നെ ചായൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കും. എന്നിട്ട് ചായക്ക് വെള്ളമൊക്കെ വെക്കുള്ളൂ. പിന്നെ കുറേ നാൾക്ക് ശേഷം വ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്ടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെയാ വോയിസ് കൊടുക്കണ്ടേ, എങ്ങനെ തമ്മിൽ ഉണ്ടാക്കണ്ടേന്നൊക്കെ മറന്നുപോയി. കാരണം കഴിഞ്ഞ 2 ദിവസം നമ്മൾ പിന്നെ ക്യാമറയിൽ തന്നെ നോക്കിയിട്ട് പിന്നെ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വ്ളോഗിലേക്ക് ഇറങ്ങിയത്. വ്ളോഗ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മളെ പണികൾ പെട്ടെന്നൊന്നും തീരൂല. അപ്പം ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത്, ക്യാമറ വെച്ച് അടുത്ത കപ്പ് കൊണ്ട് കമിഴ്ത്തിയേട്ടാ കഴുകിയിട്ട്. അതാണ് അങ്ങനെ കിടക്കുന്നത്. ഞാനത് നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ ട്രൈപോഡൊന്നും ഇല്ല, അതൊക്കെ പോയി. വീഡിയോ ചെയ്യാതായ പിന്നെ കുറേ നാളായല്ലോ വീഡിയോ ചെയ്യാതെ. അതിന് പിന്നെ ട്രൈപോഡൊക്കെ പോയി. പിന്നെ അടിയിലൊക്കെ ഓരോ പാത്രത്തിൻ്റെയും ബോത്തലിൻ്റെയും ഒക്കെ സൈഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് ഒരാൾ വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിലാണ് നമുക്ക് നല്ല ക്ലിയറിൽ കിട്ടുക. ഇതിപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോയി. പിന്നെ അതുമല്ല കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നതല്ലേ, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എന്തായാലും ഒരു 10 പേരാ കാണുന്നെങ്കിൽ 10 പേരെങ്കിലും എന്താ കുറവുള്ള വെച്ചിട്ട് കമൻ്റ് അറിയിക്കുക. കാരണം എൻ്റെ ബ്ലോഗൊക്കെ ഒരുപാട് ഞാൻ ബ്ലോഗ് ചെയ്ത ആളാണ്. മൊത്തം ബ്ലോഗ് പോയിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും നോക്കിയിട്ട് എനിക്കൊന്നും ഇല്ല കേട്ടാ വീഡിയോ കാണാനായിട്ട്. ചെറിയ എന്തോ 2 3 വീഡിയോ മാത്രം ഉണ്ട്, ലോങ് വീഡിയോ, വേറെ ഒന്നും ഇല്ല. പിന്നെ അന്നേരം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് ഇന്ന് ഞാൻ വീഡിയോ ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്ത്. കാരണം ഒരുപാട് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഈ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നിർത്താതെ എപ്പോഴെപ്പോഴും എടുത്തോണ്ടിരിക്കുന്ന ഇല്ലല്ലോ. നമ്മളങ്ങനെ ഫോൺ വെച്ചിട്ട് ചെയ്യുന്നതല്ലേ പണിയൊക്കെ. അപ്പം നമുക്ക് അതൊരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഇതൊരു 10 മിനിറ്റ് ആക്കിയെടുക്കാൻ എത്രത്തോളം പണിയുണ്ടെന്നറിയോ. പിന്നെ പിന്നെ വേറൊരാൾ എടുത്തു തരുന്നതാണെങ്കിൽ നമുക്ക് അന്നേരം അന്നേരം ഓണാക്കിയിട്ട് നമുക്ക് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. നിറയെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കബോർഡിനൊക്കെ ഇല്ലേ ഒരുപാട് വെള്ളവും ഈ വെള്ളം തെറിച്ചിട്ട് ഇങ്ങനെ ഈ കളറും ആയതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഓഫ് വൈറ്റ് അല്ല, ഒരു
ഗ്രേ ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ, പെട്ടെന്ന് മണ്ണൊക്കെ കാണും. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ചായ റെഡിയായി. പിന്നെ ചായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് ശംരി വന്ന് ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി തുടങ്ങിയിട്ടുണ്ട്. ശംരി ഉണ്ടാകുമ്പോൾ ഇതാണ്, പാത്രമൊക്കെ ഓള് കഴിക്കോളൂ, അല്ലെങ്കിൽ പിന്നെ ഉമ്മയാണ് കേട്ടോ വരുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ ചായ അല്ല കുറേ ഒന്നും വെക്കൂല, പാൽ ചായ അല്ലേ, കുറേ കഴിഞ്ഞ് ചൂടാക്കുന്നതിന് അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് പിന്നെ കുറച്ച് ചായ വെച്ച് എനക്കും ശംരിക്കും ഉമ്മാക്കുള്ളത് വെച്ചു. പിന്നെ ആദ്യം അങ്ങനെ ചായ കുടിക്കൂല, മദ്രസയിൽ പോയിട്ടുള്ള മദ്രസ വരുമ്പോഴത്തേനല്ലേ വേണ്ടു. സ്കൂൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കുടിക്കുക കേട്ടോ. അതുകൊണ്ട് പിന്നെ ചായ അങ്ങനെ വെക്കലില്ല. എന്നിട്ട് ഞാൻ എന്താ എവിടെ പുറത്തേക്ക് പോകുന്നറിയാം, ഇന്നലെ ആ ജനലിന്റെ മേലില് നമ്മളെ ബേസിനിട്ട് ഞാൻ പാത്രം കഴിയുന്നത് ഒരു ജനൽ കണ്ടിട്ടില്ലേ, അവിടെ ഒരുപാട് കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു. 3 ഗ്ലാസ് കേട്ടാ, പൂച്ച തട്ടിയിട്ടിട്ട് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ടായിന്. ഞാൻ വാതിലങ്ങനെ തുറന്നിടലൊന്നും ഇല്ല, പക്ഷെ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉമ്മ വാതിൽ അടക്കൂല, അങ്ങനെ എല്ലാ ഗ്ലാസ്സൊക്കെ പൊട്ടി. ഈ ഒരു ക്ലാസ്സൊക്കെ പൊട്ടി എനിക്ക് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു, കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് സിറ്റൗട്ട് പോയി ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു വൈബാണ്. കാരണം ഈ മരമൊക്കെ മുറിച്ച് പിന്നെയാണ് കേട്ടോ ഇത്രയും സുഖം കിട്ടുന്നത്, ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട്. പക്ഷെ നല്ല വെയിലായിരിക്കും, ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടാ. മഴക്കാലത്ത് നല്ല സുഖം, മഴക്കാലൊന്നും ആയിട്ടില്ല, ഈ മരം മുറിച്ച് നിൽക്കല്ലേ. മഴത്ത് സുഖമാണ്, പക്ഷെ ഈ വെയിലത്ത് നമ്മൾക്ക് തല ഇങ്ങനെ തന്നെ പൊട്ടിപ്പൊളുന്ന വേദനയായിരിക്കും പുറത്തിരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഈ രാവിലെ ഇരിക്കാനൊരു സുഖമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഇപ്പം ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. ആ റബ്ബർ തോട്ടമൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ക്ലിയർ ആയി കിട്ടലില്ല. ഇപ്പം നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ട് അവിടെ, എന്താ വെച്ചാൽ ഈ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകാനുണ്ട്. അതിനൊക്കെ ശംഭി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ, ബാക്കി ശംഭി എല്ലാം ക്ലീൻ ആക്കിയിട്ടോ. ഞാൻ ചായയും കുടിച്ച് വരുമ്പോൾ തന്നെ കിച്ചൺ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. ഞാൻ മുമ്പ് എൻ്റെ കിച്ചണിൻ്റെ വീഡിയോ ഒക്കെ കിച്ചൺ ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല. ഇനിയിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു പോകട്ടെ. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഫലമല്ലേ ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതായെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇനിയിപ്പം ആദ്യം സ്കൂളിൽ പോകണം, ആദ്യം മദ്രസയിൽ നിന്ന് വന്നിട്ടില്ല. ആദ്യം മദ്രസയിൽ നിന്ന് വന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് വേറെ പോകാനുണ്ട്, നമുക്ക് ശംരിക്കും. പിന്നെ അപ്പോൾ അതിന് സ്കൂളിൽ വിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ആക്കുന്ന എല്ലായിടത്തും നമ്മൾ മിക്സി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ മിക്സി ഈ വൈറ്റ് കളറിന് കേടാവും. ആടി ഇവിടെയൊക്കെ ഈ എന്തെങ്കിലും തെറിച്ചാൽ അത് വൃത്തിയാക്കില്ല, ഞാൻ തന്നെ മിക്സിയൊക്കെ പോയിട്ട് വൃത്തിയാക്കി എടുക്കണം. തോന്നിക്കഴിഞ്ഞാലേ ആക്കുള്ളൂ കേട്ടോ അവള്. പിന്നെ അങ്ങനെ ഞാൻ മിക്സിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാനുണ്ട്, തളിപ്പുറമ്പ് പോകാനുണ്ടായിരുന്നു. അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ജസ്റ്റ് കയറിയതാണ് കേട്ടോ, റോഡ് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഞാൻ കയറിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. ടിക്കറ്റ് തന്നു 0 കേട്ടാ. പിന്നെ നമ്മളെ പ്രിയദർശിനി അതിനകത്ത് സ്റ്റേറ്റിന് ഇനി പൈസ വേണ്ടല്ലോ, അതിനകത്താണ് കേട്ടോ. കയറി ഭയങ്കര സന്തോഷം തോന്നി. ഒരു 15 രൂപ എന്തോ പോകുന്നുണ്ട് നമുക്ക് അവിടെ നിന്നത്തേക്ക്, 15 അല്ല 20. എന്നാലും ഭയങ്കര സന്തോഷം. നമ്മൾ തളിപ്പറമ്പ് ഇറങ്ങിയപ്പോഴുള്ള ആൾക്കാരെയാണ് കേട്ടോ കണ്ടത്. ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ബസ് കയറാനായിട്ട് നിൽക്കുന്നത്. എന്തോ ഒരു സന്തോഷം കേട്ടാ മനസ്സിന്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ആ ബസ്സിന് സ്റ്റേറ്റിന് നിന്നതല്ല. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റാണ് വന്നത്. അപ്പം അങ്ങനെ കയറി നമ്മളൊരു പൈസയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ടൗണിൽ ഇറങ്ങി രാവിലെ ഒന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ട് കടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഞാൻ കത്തലൊന്നും നടത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു. ഞാനൊരു ബോണ്ട കഴിച്ചു, ശംരി ഒരു പിന്നെ റോളും കഴിച്ചിട്ടാ. അത് കഴിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്തുണ്ടൊരു ഷോപ്പ്, ഭയങ്കര രസമുള്ള കമ്മലും മാലയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലുള്ളത്. ഒരു ഹിന്ദിക്കാരനാണ് കേട്ടോ ഇവിടെയുള്ള, നല്ല സ്വഭാവമാണ്. ഇവർ ഒരുപാട് വർഷമായിട്ട് നമ്മളെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലുള്ളതാണ്. അപ്പം ശംരിക്ക് ഒരു ചെറിയ കമ്മൽ വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. പിന്നെ ഒരു മാല, അതെൻ്റെ ഉമ്മാമ്മക്ക് വാങ്ങാണ്ട് നോക്കി വെച്ചതാണ് കേട്ടോ, പൈസ ഉണ്ടായിട്ടില്ല അന്ന്. അപ്പോൾ വാങ്ങാതെ ഇങ്ങനെ തിരിച്ച് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ട് അതിനെ. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അന്ന് പോയി പിന്നെ ഫാൻസി വാങ്ങിക്കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങുന്നത് വേറെ ഒരു ഭാഗത്താണ്. തളിപ്പറമ്പിൽ അങ്ങനെയാണ് കേട്ടോ, ഫാൻസി വിൽക്കുന്നത് മൊത്തം ഫാൻസി ആയിരിക്കും. അങ്ങനെ അതൊക്കെ രണ്ടും കൂടി ഒരുമിച്ചുള്ളതും ഉണ്ട് കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിലാണ് കൂടുതലും ഫാൻസി കടകളുള്ളത്, ഫാൻസിയും അങ്ങനെ ഗ്യാരണ്ടിയും തിരുവുപ്പനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നേരെ അപ്പുറത്ത് കോർട്ട് റോഡിന് ആ ഭാഗത്ത് പോകണം. പിന്നെ ഹൈവേയിലാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ എല്ലാം ഫാൻസിയും അതൊക്കെ ആയിട്ട് വലിയ റേറ്റ് ഉണ്ട്. അപ്പം
അങ്ങനെ അതൊക്കെ വാങ്ങി വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാണ്. ഫ്രൂട്ട്സ് ഞാൻ എപ്പോഴും ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു കടയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വന്ന് അത് കഴിച്ച് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കൈപ്പക്കവറും ഒക്കെ കഴിക്കുകയാണ്. ഉമ്മ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഇതും മതി എന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് ദിവസം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.